തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. തുന്നലിട്ട മുറിവിൽ നിന്ന് 2 മാസത്തിന് ശേഷം മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയെന്ന് ഭരതന്നൂർ കരിങ്കട സ്വദേശി മഹേഷ്. മരത്തിൽ നിന്ന് വീണ് ഇടതുകാലിന് പരിക്കേറ്റതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. പക്ഷേ ഈ മുറിവ് ഏകദേശം ഉണങ്ങിയിട്ടും ഈ പഴുപ്പ് അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തു നിന്ന് ഈ പഴുപ്പ് ഇങ്ങനെ ഡ്രസ് ചെയ്യുമ്പോൾ ഡ്രസ് ചെയ്ത ഇത് അഴിക്കാൻ നേരത്ത് ഈ പഴുപ്പ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ആ ഡോക്ടറെ പറഞ്ഞ് ഓർത്തോയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ അജിത് കുമാർ സാറിനെ വന്ന് കണ്ടായിരുന്നു. ഓർത്തോയില് സാർ ഇവിടെ ഹെഡാണ് ഓർത്തോയില്. അങ്ങനെ പുള്ളിയാണ് പറഞ്ഞത് അഡ്മിറ്റ് ചെയ്ത് 1-2 ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് പുള്ളി അതിൻ്റെ കൂടെ പറഞ്ഞത് നമുക്ക് എന്തായാലും സർജറി ചെയ്ത് നോക്കാം, ഷുഗറൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സർജറി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം തിങ്കളാഴ്ച ഇന്ന് 25-ാം തീയതി രാവിലെ സർജറിക്ക് കയറ്റുമ്പോൾ ഈ മുറിവിനകത്ത് മരക്കഷ്ണങ്ങൾ ഈ 2 മാസം പുള്ളി ഇത് കൊണ്ട് കിടക്കുമായിരുന്നു. മരക്കഷ്ണങ്ങൾ ഏറെക്കുറെ ഒരു 1.5-2 മണിക്കൂർ ഈ ഓപ്പറേഷൻ ചെയ്ത ശേഷമാണ് ഇതെല്ലാം പുറത്തെടുത്തത്. റിനു ശ്രീധറുണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വീണ്ടും ഒരു ചികിത്സാ പിഴവ് കൂടി വരികയാണ്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് മഹേഷ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്? അമൃത, സംസ്ഥാനത്ത് വീണ്ടും ഒരു ചികിത്സാ പിഴവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ മാർച്ച് 21-നാണ് തിരുവനന്തപുരം ഭരതന്നൂർ കരിങ്കട സ്വദേശിയായിട്ടുള്ള മധു മരത്തിൽ നിന്ന് വീഴുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇടത് കാലിന് വലിയൊരു മുറിവുണ്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എക്സ്റേ അടക്കം എടുത്ത് അതിൽ 2 കല്ല് കാണപ്പെട്ടു മുറിവിൽ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിനുശേഷം ഈ കല്ലുകളെല്ലാം തന്നെ പുറത്തെടുത്ത് മുറിവ് 12ഓളം തുന്നിക്കെട്ടലുണ്ടായിരുന്നു. തുന്നിക്കെട്ടി ഇദ്ദേഹത്തെ പാലോട് താലൂക്ക് ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. ഈ ആശുപത്രിയിൽ 3 ദിവസം കിടന്നതിനു ശേഷം ദിവസവും ഭരതന്നൂരുള്ള ആശുപത്രിയിലെത്തി ഡ്രസ്സ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുറിവിൽ. ഇപ്പോൾ ഇതാ ഒരു പരാതിയായി വന്നിരിക്കുന്നു. അതിനുശേഷം 2 മാസത്തിനു ശേഷം ഈ മുറിവ് വലിയ രീതിയിൽ പഴുക്കുന്ന ഒരു സാഹചര്യം, പഴുപ്പ് വരുന്ന ഒരു സാഹചര്യം. അതിനെ തുടർന്നാണ് നെടുമങ്ങാട് ഒരു ഓർത്തോ വിഭാഗം ഡോക്ടറെ കാണുന്നത്. നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയാണ്, ജില്ലാ ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ ഇന്നിപ്പോൾ ശസ്ത്രക്രിയ നടത്തുന്നു. ഈ പഴുപ്പ് ലീക്ക് നിൽക്കാത്തത് കൊണ്ട് തന്നെ ശസ്ത്രക്രിയ നടത്തുന്നു. ഓർത്തോ വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ 3 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ നീളവുമുള്ള 2 മരക്കഷ്ണങ്ങളാണ് ഈ മുറിവിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അന്ന് ചെന്നപ്പോൾ ഈ മുറിവിലുണ്ടായിരുന്ന കല്ല് കണ്ടെത്തി, പക്ഷേ ഈ മരക്കഷ്ണം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ പരാതികളൊന്നും തന്നെ നൽകിയിട്ടില്ല. നാളെ പരാതിയുമായി മുന്നോട്ട് പോകുവാനാണ് മഹേഷ്, അതായത് മധുവിന്റെ മകനാണ് മഹേഷിന്റെ തീരുമാനം. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.